Hello all, today we are going to learn about the World Wide Web fundamentals. What is the World Wide Web? And WWW is the acronym for the World Wide Web. നമ്മൾ വേൾഡ് വൈഡ് വെബിനെ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ തന്നെ WWW എന്നാണ് പറയുക. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോമൺലി നോൺ ആസ് ദ വെബ്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? അതിൻ്റെ ഡെഫിനിഷനാണ്, ഇറ്റ് ഈസ് ഹൈപ്പർ ടെക്സ്റ്റ് ബേസ്ഡ് ഇൻഫോർമേഷൻ റിട്രീവൽ ടൂൾ allowing users to serve by jumping between the linked documents. അതായത് ഇതൊരു ഇൻഫോർമേഷൻ റിട്രീവ് ചെയ്യാനുള്ള, അതായത് കളക്ട് ചെയ്യാനുള്ള ഒരു ഹൈപ്പർ ടെക്സ്റ്റ് ടൂളാണ് WWW. നമുക്ക് ഒരു ഡോക്യുമെൻറ്റിൽ നിന്ന് മറ്റൊരു ഡോക്യുമെൻറ്റിലേക്ക് ലിങ്കുകൾ വഴി നമുക്ക് വെബ് പേജിലൂടെ ജമ്പ് ചെയ്യാനും, അതായത് നമുക്ക് വെബ് പേജിലൂടെ ഡാറ്റ കളക്ട് ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് WWW. ആൻഡ് ഇതിൻ്റെ പലതരത്തിലായിരിക്കാം ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോമാറ്റ്സ്. സോ ദ ഡോക്യുമെൻറ്റ്സ് ക്യാൻ ബി ഇൻ എനി ഫോമാറ്റ്സ് സച്ച് ആസ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ആനിമേഷൻ, സൗണ്ട് ആൻഡ് വീഡിയോ. അത് ഏത് ഫോമിലും വേണമെങ്കിലും ഈ ഡോക്യുമെൻ്റ് ആകാം, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷനും ആകാം. പിന്നെ പറയുന്നത്, all the information on internet are presented to the user as a document or more popularly known as web page. അതായത് ഇൻ്റർനെറ്റ് വഴി, വേൾഡ് വൈഡ് വെബ് വഴി എല്ലാ ഇൻഫോർമേഷനും യൂസേഴ്സിന് എങ്ങനെയാണ് കിട്ടുന്നത്? വെബ് പേജ് എന്നാണ് പറയുന്നത്. ഒരു ഡോക്യുമെൻ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ വിളിക്കുന്നതിനെയാണ് നമ്മൾ വെബ് പേജ് എന്ന് പറയുന്നത്. And all these web pages are linked to each other or even to sections within a web page, and these links are known as hyperlinks. എല്ലാ വെബ് പേജും 1-to-1 ആയിട്ട് കണക്റ്റഡ് ആണ്. അത് കണക്ട് ചെയ്യുന്ന ലിങ്കിനെ നമ്മൾ വിളിക്കുന്നതാണ് ഹൈപ്പർ ലിങ്ക്. ആൻഡ് എസ്പെഷ്യലി ഹൈപ്പർ ലിങ്ക്സ് ആർ ഫോർ ഈസി നാവിഗേഷൻ. അതായത് ഒരു ഓർഡറിൽ നമുക്ക് ഡാറ്റനെ റിട്രീവ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് ഈ ഹൈപ്പർ ലിങ്ക്സ് യൂസ് ചെയ്യുന്നത്. അതൊരു ഡോക്യുമെൻറ്റ്സിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടി. സോ ദിസ് ഈസ് നോൺ ആസ് വേൾഡ് വൈഡ് വെബ്. ദെൻ ലെറ്റ്സ് സീ ദ ഒറിജിൻ ഓഫ് ദ വെബ്. ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് 1989 ഇത് ഒറിജിനലി ഡെവലപ്പ് ചെയ്തത്. അതായത് ടിം ബേണേഴ്സ്-ലീ എന്ന് പറഞ്ഞ ആൾ സേൺ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ ലബോറട്ടറിയാണ്. അതൊരു എഞ്ചിനീയർ ആയിരുന്നു ടിം ബേണേഴ്സ്. ഇദ്ദേഹം he began the web project to share the documents between the distant scientists. അപ്പോൾ ദൂരെയുള്ള സയൻറ്റിസ്റ്റുകൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം ഈ ഒരു വെബ് പ്രോജക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തത്. ദെൻ പിന്നീട് എന്ത് സംഭവിച്ചു? സേൺ മെയ്ഡ് ഓൾ സോഫ്റ്റ്വെയർ സോഴ്സ് കോഡ്സ് പബ്ലിക്കലി അവൈലബിൾ, എനേബിളിംഗ് ദ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് പാർട്ടിസിപ്പേഷൻ. പിന്നീട് ആ സോഫ്റ്റ്വെയർ കോഡുകളെല്ലാം പബ്ലിക്കലി അവൈലബിൾ ആക്കി ഒരു ഗ്ലോബൽ ലെവൽ പാർട്ടിസിപ്പേഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ദെൻ ഫൈനലി ഇൻ 1993 വാട്ട് ഹാപ്പൻഡ്? many programmers in USA developed Mosaic, the first browser with graphical user interface. അങ്ങനെ ഫസ്റ്റ് ബ്രൗസറായ മൊസാക് ഡെവലപ്പ് ചെയ്തത് ഇൻ 1993. ദെൻ ഇതായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫണ്ടമെൻ്റൽസ് ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. വെബ് പേജസ് ആൻഡ് HTML. എന്താണ് വെബ് പേജ്? നമ്മൾ പറഞ്ഞു, അതായത് ഈ വെബിൽ ഇൻഫോർമേഷനെ പ്രസൻറ്റ് ചെയ്യുന്നത് സീരീസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ആയിട്ടാണ്. ഈ ഡോക്യുമെൻറ്റ്സിന് പറയുന്നതാണ് വെബ് പേജസ്. ആൻഡ് ഈ വെബ് പേജസ് എങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? ദ വെബ് പേജസ് ആർ പ്രിപ്പയർഡ് യൂസിങ് ദ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ HTML എന്ന് പറയും. HTML യൂസ് ചെയ്തിട്ടാണ് വെബ് പേജസ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒരു വെബ് പേജ് എന്ന് പറഞ്ഞാൽ അത്രയും ലോങ് ആയിരിക്കും. കാരണം ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിനേക്കാളും അത്രയും ലോങ്ങർ ആയിരിക്കും ഒരു വെബ് പേജ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് പലതരത്തിലുള്ള വെബ് പേജസ് ഉണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വെബ് പേജസ്. ആൻഡ് ഏതാണ് മെയിൻലി 2 കൈൻഡ്സ് ആണുള്ളത്. ദേ ആർ സ്റ്റാറ്റിക് പേജസ് ആൻഡ് ഡൈനാമിക് പേജസ്. സ്റ്റാറ്റിക് പേജസിൻ്റെ പ്രത്യേകത, ഇറ്റ് കണ്ടെയ്ൻസ് സ്റ്റാറ്റിക് ഇൻഫോർമേഷൻ. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന വെബ് പേജസിനെയാണ് സ്റ്റാറ്റിക് പേജസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൺലി സിമ്പിൾ ടെക്സ്റ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ സച്ച് വെബ് പേജസ്. ആൻഡ് ഡൈനാമിക് വെബ് പേജസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് കുറച്ചും കൂടി ഹൈലി കളർഫുള്ളായിരിക്കും. ആനിമേഷൻ, സൗണ്ട്സ്, ഒരു ഇൻട്രാക്റ്റീവ് എലമെൻറ്റ്സ് ആയിട്ട് വരുന്ന വെബ് പേജസിനെയാണ് നമ്മൾ ഡൈനാമിക് വെബ് പേജസ് എന്ന് പറയാം. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചേഞ്ചബിൾ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ എന്നൊക്കെ നമുക്ക് പറയാം. ദെൻ അടുത്തതാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. നമ്മൾ പറഞ്ഞു ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ HTML യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് വാട്ട് യു മീൻ ബൈ HTML?
HTML is a standard markup language used for creating the web pages and the web applications. It provides the structure of a web page by defining elements such as heading, paragraphs, images, and links. അതായത് HTML അഥവാ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ഡോക്യുമെൻറ്റ്സ് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ലാംഗ്വേജ് ആണ് ഈ HTML എന്ന് പറയുന്നത്. യൂസേഴ്സിന് ഈസിലി വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് യൂസ് ചെയ്തിട്ട് ഈ ഗ്രാഫിക്സും ഓഡിയോ വീഡിയോ എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഈസിയർ ആയിട്ട് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ HTML നമ്മളെ സഹായിക്കും. ഇറ്റ്സ് എ ലാംഗ്വേജ്, ഇറ്റ്സ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. And the key aspects of HTML എന്ന് പറയുന്നത് ഒന്ന് markup language. It uses tags to define the structure and the content of a web page. അതുപോലെ ഹൈപ്പർ ടെക്സ്റ്റ്, അതായത് വെബിലുള്ള റിസോഴ്സസും ഡോക്യുമെൻറ്റ്സും കണക്ട് ചെയ്യാൻ ഈ ഒരു ലാംഗ്വേജ് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ വെബ്. All web pages are built using HTML, which is then styled with CSS and made interactive with JavaScript. അപ്പോൾ ആദ്യം HTML യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, പിന്നെ അതിനെ CSSും JavaScript വെച്ച് മോഡിഫൈ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദെൻ HTTP പ്രോട്ടോക്കോൾ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയും. ഒരു വെബ് പേജ് യൂസേഴ്സിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഇറ്റ് ഈസ് ത്രൂ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. എന്താണത്? ഇറ്റ് പ്രൊവൈഡ്സ് എ ലാംഗ്വേജ് ദാറ്റ് അലോ സെർവേഴ്സ് ആൻഡ് ബ്രൗസേഴ്സ് ടു കണക്ട്. ബ്രൗസേഴ്സിനെയും സെർവേഴ്സിനെയും കണക്ട് ചെയ്യുന്ന സംഭവമാണ് ഈ HTTP. ഓക്കെ, അപ്പോൾ ഈ HTTP വഴിയാണ് ഇൻ്റർനെറ്റിലൂടെ വെബ് പേജസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ക്ലയൻറ്റ് സെർവർ ബേസ്ഡ് ഇൻ്റർനെറ്റ് സ്റ്റാൻഡേർഡ്സ് ഓർ സെറ്റ് ഓഫ് റൂൾസ്. ഇറ്റ്സ് എ സർട്ടൺ കൈൻഡ് ഓഫ് സെറ്റ് ഓഫ് റൂൾസ് ആണ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇൻ്റർനെറ്റിലൂടെ വെബ് പേജസിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ആൻഡ് ഇതിൻ്റെ സ്റ്റെപ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം യൂസർ റിക്വസ്റ്റ്. യൂസർ വെബ് ബ്രൗസറിലൂടെ വെബ് പേജിനായിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കണം. സെക്കൻഡ് എന്ത് സംഭവിക്കും? ആ വെബ് ബ്രൗസർ സെർവറിന് റിക്വസ്റ്റ് കൊടുക്കും. ബ്രൗസേഴ്സ് ഇഷ്യൂസ് റിക്വസ്റ്റ്. ആൻഡ് ദ തേർഡ് സെർവർ റെസ്പോൺസ്. ദെൻ ദ സെർവർ എന്ത് ചെയ്യും? ദ സെർവർ ദെൻ സെൻഡ്സ് ദ റിക്വസ്റ്റഡ് പേജ് ടു ദ യൂസേഴ്സ് കമ്പ്യൂട്ടർ. യൂസേഴ്സ് കമ്പ്യൂട്ടറിലേക്ക് സർവീസ് സെൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദെൻ വെബ് ബ്രൗസിംഗ് ആൻഡ് ബ്രൗസേഴ്സ്. എന്താണ് വെബ് ബ്രൗസിംഗ്? വെബ് ബ്രൗസിംഗ് ഈസ് ഓൾസോ നോൺ ആസ് നെറ്റ് സർഫിംഗ് അഥവാ ഇൻ്റർനെറ്റ് ബ്രൗസിംഗ് എന്നൊക്കെ പറയും. എന്താണ് വെബ് ബ്രൗസിംഗ്? It is the process of accessing the different websites on the internet hosted by various companies, organizations and educational institutions. അതായത് കമ്പനീസും ഓർഗനൈസേഷൻസും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഇൻ്റർനെറ്റിലൂടെ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്നതാണ് വെബ് ബ്രൗസിങ്. നമ്മളൊക്കെ ചെയ്യുന്നത് ഇൻ്റർനെറ്റിലൂടെ ഒരു ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിൽ വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്ത് സെർച്ച് ചെയ്യാറുണ്ട്. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെബ് ബ്രൗസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ടോപ്പിക്ക് വേണമെങ്കിലും ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ടോപ്പിക്കുകളെ പറ്റി നമുക്ക് ഈ വെബ് ബ്രൗസേഴ്സ് വെച്ച് സെർച്ച് ചെയ്യാൻ സാധിക്കും. And the process of searching these websites using web browsers is known as surfing. അപ്പോൾ സർഫിംഗ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം the process of searching these different websites using web browsers ആണ് സർഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വെബ് ബ്രൗസർ? വെബ് ബ്രൗസർ എന്താണ്? ഇറ്റ്സ് എ പ്രോഗ്രാം ദാറ്റ് റൺസ് ഓൺ ഇൻ്റർനെറ്റ് കണക്റ്റഡ് കമ്പ്യൂട്ടർ ആൻഡ് പ്രൊവൈഡ്സ് ആക്സസ് ടു വെബ് പേജസ്. വെബ് പേജസിലേക്ക് ആക്സസ് കൊടുക്കുന്ന ഒരു ഇൻ്റർനെറ്റായി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളത് പറയാം ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്ന ഒന്നാണ്. മൈക്രോസോഫ്റ്റാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഒപ്പേറ എന്നൊക്കെ പറയുന്നത് ഈ വെബ് ബ്രൗസേഴ്സാണ്. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഇസ് വെബ് സെർവർ. എന്താണ് വെബ് സെർവർ? വെബ് സെർവർ എന്ന് പറയുന്നത് web servers are a combination of software and hardware that store documents and other content. അപ്പോൾ ഡോക്യുമെൻറ്റ്സിനെയും അല്ലെങ്കിൽ അതൊരു കണ്ടൻറ്റിനെയൊക്കെ സ്റ്റോർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ ഹാർഡ്വെയർ, അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രോഗ്രാം ദാറ്റ് ആക്സെപ്റ്റ്സ് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു ദ HTTP. നമ്മൾ പറഞ്ഞു, നമുക്ക് കുറച്ച് മുമ്പ് ഇതിൻ്റെ സ്റ്റെപ്പ് കണ്ടിരുന്നു. അപ്പോൾ ആദ്യം യൂസർ കമ്പ്യൂട്ടർ സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് പാസ് ചെയ്യും.
ഈ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ വേണമെന്ന് പറഞ്ഞ് ഒരു പാസ് ചെയ്യും. ദെൻ അത് അത് ആ സെർവർ പ്രോസസ്സ് ചെയ്ത് തിരിച്ച് യൂസറിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഇത് ഇൻ്റർനെറ്റിൽ മീൻസ് ഇത് നമുക്ക് വെബ്സൈറ്റ്സ് ആക്സസ് ചെയ്യാൻ മാത്രമല്ല ഇൻഫോർമേഷൻ റിട്രീവ് ചെയ്യാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഇതിന് വേണ്ടി നമുക്ക് എപ്പോഴും ഇൻ്റർനെറ്റിലൂടെ ഇൻഫോർമേഷൻ അവൈലബിൾ ആകണമെങ്കിൽ നമ്മളൊരു വെബ് സെർവർ നമ്മൾ സെറ്റ് അപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് ദ മൈക്രോസോഫ്റ്റ്സ് ഇൻ്റർനെറ്റ് ഇൻഫോർമേഷൻ സെർവർ അതുപോലെ തന്നെ നെറ്റ്സ്കേപ്സ് കമ്മ്യൂണിക്കേഷൻ സെർവർ ആർ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ്. അപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള സെർവറുകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. All web servers and browsers communicate through HTTP protocol using HTML formatting. നമ്മളത് മുൻപ് പറഞ്ഞിരുന്നു. HTML പ്രോട്ടോക്കോൾ വെച്ചിട്ട് HTTP പ്രോട്ടോക്കോൾ വെച്ചിട്ട് ആണ് ഇത് ചെയ്യുന്നത്. ഈ വെബ് പേജസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? HTML ലാംഗ്വേജിലാണ്. അതുപോലെ തന്നെ വെബ് സെർവർ എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. അതുപോലെ ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം ഉണ്ട്, അതുപോലെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. അതുപോലെ ഡോക്യുമെൻറ്റ്സ് സേവ് ചെയ്തിരിക്കുന്നത് ഈ ഒരു HTML അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജിലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇൻ്റർനെറ്റ് അഡ്രസ്സിംഗ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇൻ്റർനെറ്റ് അഡ്രസ്സ്? ഇൻ്റർനെറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലെ കമ്പ്യൂട്ടേഴ്സിനും ഇൻഫോർമേഷനും ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന അഡ്രസ്സിനാണ് ഇൻ്റർനെറ്റ് അഡ്രസ്സ് എന്ന് പറയാം. അതിലാദ്യം നമ്മൾ നോക്കുന്നത് IP അഡ്രസ്സസ്. IP അഡ്രസ്സ് എന്താണ്? IP അഡ്രസ്സ് അഡ്രസ്സ് ആവശ്യമാണോ? അത് വളരെ ആവശ്യമാണ്. IP അഡ്രസ് ഈസ് റിക്വയർഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ നെറ്റ്. ഇൻ്റർനെറ്റിലൂടെ മറ്റ് കമ്പ്യൂട്ടേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ IP അഡ്രസ്സ് കൂടിയേ തീരൂ. സോ IP അഡ്രസ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാനും ഇമെയിൽ സെൻഡ് ചെയ്യാനും എല്ലാം സാധിക്കാം. എന്താണ് വാട്ട് ഈസ് ആൻ IP അഡ്രസ്സ് എന്ന് നോക്കാം. A 32-bit binary number that uniquely identifies a computer's location on the internet. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിലെ ഒരു ഇൻ്റർനെറ്റിലെ കമ്പ്യൂട്ടറിൻ്റെ പെർട്ടിക്കുലർ ലൊക്കേഷനിൽ വെച്ച് ആ ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന 32-bit നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബൈനറി നമ്പറിനെയാണ് IP അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് വിളിക്കുന്നത്. ഓരോ കമ്പ്യൂട്ടറിനും ഈ IP അഡ്രസ്സ് ഉണ്ടായിരിക്കും. And every computer that is directly connected to the internet must have an IP address. And IP address consists of 4 sections. 4 സെക്ഷൻസ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 128.43.7.12 അങ്ങനെ 4 സെക്ഷൻസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ സെക്ഷനിലും ഇറ്റ് കണ്ടെയ്ൻസ് എ നമ്പർ റേഞ്ചിങ് ഫ്രം 0 to 255. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് പറയുന്നത് യൂണീക്കാണ്. ഓരോ കമ്പ്യൂട്ടറിനും യൂണീക്ക് നമ്പേഴ്സ് ആയിരിക്കും. യൂണീക്ക് നമ്പേഴ്സ് ഫോർ ഈച്ച് കമ്പ്യൂട്ടർ ആൻഡ് ഗ്ലോബലി ആസ് വെൽ ആസ് സ്റ്റാൻഡർഡൈസ്ഡ് വൺ. ആൻഡ് പിന്നെ പറയുന്നു അതിൻ്റെ ഒരു നമ്പർ ഈച്ച് സെക്ഷൻ കണ്ടെയ്ൻസ് എ നമ്പർ റേഞ്ചിങ് ഫ്രം 0 to 255 per section. Next we are going to learn about the domain names. എന്താണ് ഡൊമൈൻ നെയിം? ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നെയിം യൂസ് ടു ഐഡൻറ്റിഫൈ ആൻഡ് ലൊക്കേറ്റ് കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ടു ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു നെയിമാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. ഒരിക്കലും 2 ഓർഗനൈസേഷന് ഒരേ ഡൊമൈൻ നെയിം ഉണ്ടായിരിക്കില്ല. ഇതും വളരെ യൂണിക്കായിരിക്കും. ഒരു ഡൊമൈൻ നെയിമിൽ 2 or more കോമ്പണൻസ് ഉണ്ടായിരിക്കും. ഇത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഡോട്ട്സ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇപ്പോൾ microsoft.com അതുപോലെ kerala.com അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ ഓഫ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിമാണ്. ആൻഡ് ഡിസ്ക്രൈബ്സ് ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഹോൾഡിംഗ് ദാറ്റ് നെയിം. അതായത് ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് .com, .edu or .org അല്ലെങ്കിൽ കൺട്രി കോഡ്സ്. അപ്പോൾ .com എന്ന് പറയുന്നത് അതൊരു ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിമാണ്. അത് ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടോപ്പ് ലെവൽ ഡൊമൈൻ നെയിം ആഡ് ചെയ്യുന്നത്. .com ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. .edu ആണെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. .org ആണെങ്കിൽ മിസ്ലേനിയസ് ഓർഗനൈസേഷൻസ് ആണ്. ആൻഡ് കൺട്രി കോഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ IN ആണ്. യുണൈറ്റഡ് കിങ്ഡം, UK എന്നാണ്, ഫ്രാൻസിൻ്റെ FR, അങ്ങനെ ഓരോന്നിനും ഓരോ ഡൊമൈൻ നെയിം ഉണ്ട്, കൺട്രി കോഡ്സും ഉണ്ടായിരിക്കും. ആൻഡ് ഓരോ
ഈച്ച് ഡൊമൈൻ നെയിം, ഓരോ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് ഐ പി അഡ്രസ്സിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനാണ്. നമ്മൾ പറഞ്ഞു ഐ പി അഡ്രസ്സിൽ 4 സെക്ഷൻസ് ഉണ്ടായിരിക്കും. അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതും ഈ ഡോട്ട്സ് യൂസ് ചെയ്തിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ന്യൂമറിക് ഐ പി അഡ്രസ്സ് ആണ് ഈ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട് ഈ ന്യൂമറിക്, അതായത് നമ്പേഴ്സിലുള്ള ഐ പി അഡ്രസ്സാണ് ചെയ്യുന്നത്. ആൻഡ് എ യൂസർ ഈസ് യൂസിങ് എ ഡൊമൈൻ നെയിം but a network is connecting to the web server with IP address related with that domain name. അതായത് നമ്മൾ യൂസർ എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ മുമ്പ് കണ്ട പോലെ ഇപ്പോൾ microsoft.com അങ്ങനെയുള്ള ഡൊമൈൻ നെയിം യൂസ് ചെയ്തിട്ടാണെങ്കിൽ ആണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ബട്ട് നെറ്റ്വർക്ക് വെബ് സെർവറിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത് ആ പർട്ടിക്കുലർ ഡൊമൈൻ നെയിമിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഐ പി അഡ്രസ്സ്. നമ്മൾ പറഞ്ഞു ന്യൂമറിക് നമ്പർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ന്യൂമറിക് നമ്പർ വെച്ചിട്ടാണ് അതിനെ കണക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ ഡൊമൈൻ നെയിം യൂണീക്ക് ആയിരിക്കും, ഈ ഐ പി അഡ്രസ്സും യൂണീക്ക് ആയിരിക്കും. യൂണീക്ക് എന്ന് പറഞ്ഞാൽ ഓരോ കമ്പ്യൂട്ടറിനും ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് അർത്ഥം. ദെൻ URL സ്ട്രക്ചർ, അതായത് URL എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതായത് ഈച്ച് വെബ് പേജ് ഹാസ് ഇറ്റ്സ് ഓൺ യൂണിക് അഡ്രസ്, അതിനെ പറയുന്നതാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, URL എന്ന് പറയുന്നത്. വെബ് ബ്രൗസേഴ്സ് URL അഡ്രസ്സിലൂടെയാണ് സെർച്ച് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ വെബ് ബ്രൗസേഴ്സ് അത് സെർച്ച് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്, URL അഡ്രസ്സ് നോക്കിയിട്ടാണ് അത് സെർച്ച് ചെയ്യുന്നത്. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് അഡ്രസ്സിംഗ് സ്കീം ടു ലൊക്കേറ്റ് ദ റിസോഴ്സസ് ഇൻ ദ ഇൻ്റർനെറ്റ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലെറ്റേഴ്സ്, നമ്പേഴ്സ് ആൻഡ് പങ്ക്ച്വേഷൻസ്. ലെറ്റേഴ്സ് ഉണ്ടാവും, നമ്പേഴ്സ് ഉണ്ടാവും, പങ്ക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവും. നമുക്കറിയാം, നമ്മളൊരു വെബ് പേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വരുന്ന ഭാഗം കോപ്പി ചെയ്യുന്നതാണ്. ആ മുകളിൽ കാണിക്കുന്ന ആ ഒരു ടാഗാണ് എന്തെന്ന് വിളിക്കുന്നത്, URL എന്ന് പറയുന്നത്. ആൻഡ് it locates a particular web page among all the computers connected to the internet. And ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രോട്ടോകോൾ വെച്ചിട്ടാണ്, HTTP എന്നായിരിക്കും. പിന്നെ ഒരു സെർവർ നെയിം ഉണ്ടാവും, ഒരു പാത്ത് നെയിം ഉണ്ടാവും. ഇത് നമുക്ക് ഏത് ഡോക്യുമെൻ്റ് സെർച്ച് ചെയ്യുമ്പോഴും മുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഫസ്റ്റ് കോമ്പണൻറ്റ് എന്തായിരുന്നു, ദ പ്രോട്ടോകോൾ. അപ്പോൾ മെയിൻ ഇൻ്റർനെറ്റ് പേജസ് ഉപയോഗിക്കുന്നത് ഈ HTTP തന്നെയാണ്. ഈ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ മുൻപ് പറഞ്ഞതായിരുന്നു, ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ടെൽസ് ദ കമ്പ്യൂട്ടേഴ്സ് നോ ഹൗ ടു ഇൻ്റർപ്രറ്റ് ദ ഇൻഫർമേഷൻ അറ്റ് ദാറ്റ് അഡ്രസ്. ആൻഡ് സെക്കൻഡ് കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെർവർ. സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഐഡൻറ്റിഫൈസ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ദാറ്റ് സ്റ്റോർസ് ഇൻഫർമേഷൻ വി സീക്ക് ആൻഡ് ഈസ് ഓൾവേസ് പ്രിസൈഡഡ് ബൈ 2 slashes. HTTP കോളം കഴിഞ്ഞിട്ട് 2 slashes ഇട്ട ശേഷമായിരിക്കും സെർവർ നെയിം വരുന്നത്. ആൻഡ് ദ തേർഡ് കോമ്പണൻറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഡിഫൈൻസ് ദ പാത്ത്. എന്താണ് സെർവർ സെർച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിക്വസ്റ്റഡ് ഐറ്റത്തിൻ്റെ പാത്താണ് ലാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോൾഡർ ഓർ page.html അങ്ങനെയായിരിക്കും. HTML അല്ലെങ്കിൽ HTML എന്ന എക്സ്റ്റൻഷനോടെയാണ് നമ്മളിപ്പോൾ വെബ് പേജ് സെർച്ച് ചെയ്യപ്പെടുന്നത്. Then search engine. എന്താണ് search engine? A search engine is an internet-based interactive search device that enables a user to search for information on the internet. ഇൻ്റർനെറ്റിലുള്ള ഇൻഫർമേഷൻസിനെ സെർച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻറ്ററാക്റ്റീവ് സെർച്ച് ഡിവൈസിനെയാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് ഗൂഗിൾ. നമ്മൾ ഗൂഗിൾ എന്നൊരു സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്തിട്ട് നമ്മളതിൽ ഡോക്യുമെൻറ്റ്സും ഇൻഫർമേഷൻസും എല്ലാം നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട്. അത് സെർച്ച് എഞ്ചിൻസ് ആർ ദ ഡാറ്റാബേസസ് containing the references to thousands of resources, making the vast internet searchable and accessible. അതൊരു thousands of databases അല്ലെങ്കിൽ റിസോഴ്സസ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റാബേസ് ആണ്. ആൻഡ് ഇതിലൂടെ നമുക്ക് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ വളരെയധികം ഈസിയറായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. യാഹൂ ഒക്കെ നമ്മൾ പണ്ട് കാലം മുതൽക്കേ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിനാണ്. Then what are the business uses of internet? ഈ കോർ അപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റർനെറ്റ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യത്തെ പറയുന്നത് ഇലക്ട്രോണിക് കോമേഴ്സ്. നമുക്ക് ഇലക്ട്രോണിക് മീഡിയ വഴി, അതായത് ഇൻ്റർനെറ്റിലൂടെ നമുക്ക് വി ക്യാൻ ബൈ ആൻഡ് സെൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ആക്സസ് ടു ഡാറ്റാബേസ്, കാരണം കോംപ്ലക്സ് ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഈസിലി ഈ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാം. ഇലക്ട്രോണിക് മെയിൽ, അതാണ് ഇമെയിൽ എന്ന് പറയുന്നത്. കമ്പനീസ് ടു കമ്പനീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് ഫാസ്റ്ററായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയയാണ് ഇമെയിൽ. കോൺഫറൻസിങ്,
നമുക്ക് ഇൻ്റർനെറ്റിലൂടെ ബോത്ത് ഓഡിയോ ആസ് വെൽ ആസ് വീഡിയോ കോൺഫറൻസിങ് ഇന്ന് പോസിബിളാണ്. ദെൻ വേൾഡ് വൈഡ് ഓഡിയൻസ്, നമുക്ക് വേൾഡ് വൈഡ് നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഈസിലി കണക്ട് ദ പീപ്പിൾ ഓൾ അറൗണ്ട് ദ വേൾഡ്. പ്രൊവൈഡ് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ, കസ്റ്റമേഴ്സിന് ഡയറക്റ്റ്ലി പ്രോഡക്റ്റിനെയും സർവീസസിനെയും പറ്റിയും ഇൻഫർമേഷൻ അവൈലബിൾ ആവും. സേവ് ഓൺ ലിറ്ററേച്ചർ കോസ്റ്റ്, അതായത് ഈ ഓൺലൈനിലൂടെ ചെയ്യുമ്പോൾ ഈ പ്രിൻറ്റിൻ്റെയോ അങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഈസി ആക്സസ് ടു കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ്സ്, നമുക്ക് കസ്റ്റമേഴ്സിന് ഇപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി അവർക്ക് വെബ്സൈറ്റ്സിലൂടെ അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റ്ലി ഇമെയിൽ അയച്ചുകൊണ്ട് വേഗത്തിൽ തന്നെ ഒരു കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ്സിന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. റിക്രൂട്ട് ന്യൂ എംപ്ലോയീസ്, അതായത് മെനി കമ്പനീസ് ഈ കറൻറ്റ് ഇൻഫോർമേഷൻ ജോബ് ഓപ്പണിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ്. സോ ന്യൂ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാൻ ഈസിയാണ്. പ്രൊവൈഡ് ഓൺലൈൻ സർവീസസ്, എലിമിനേറ്റ് മിഡിൽ മെൻ, അതായത് പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും തമ്മിലൊരു ഡയറക്റ്റ് ലിങ്ക് നമുക്ക് ഇൻ്റർനെറ്റിലൂടെ സാധിക്കും, ഒരു മിഡിൽ മെനിൻ്റെ ആവശ്യമില്ല. ആൻഡ് ഫൈനലി എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ്, പലതരത്തിലുള്ള എൻ്റർടൈനിങ് കമ്പനീസ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് വീഡിയോ ഓഡിയോ തരത്തിലുള്ള പ്രോഗ്രാംസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ മേജർ ബിസിനസ് യൂസസ് ഓഫ് ദി ഇൻ്റർനെറ്റ്, അല്ലെങ്കിൽ കോർ ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റർനെറ്റ് എന്ന് പറയാം. താങ്ക് യു.